ഹലോ വെൽക്കം ബാക്ക് ടു ടി ടോക്സ്. സാധാരണ വൈകുന്നേരം ചായയും കുടിച്ച് ടി വി ഓൺ ചെയ്താൽ സീരിയലിൽ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ തല്ലുന്നത് കണ്ട് നമ്മൾ പറയുമായിരുന്നു എന്തൊരു വെറുപ്പിക്കലെന്ന്. പക്ഷെ കാലം മാറി. അതിലും വലിയ റിയൽ ലൈഫ് അമ്മായിമ്മ പോര്, അമ്മൂമ്മ പോര്, അമ്മ മകൻ അടിപിടിയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ. പണ്ട് വീട്ടിൽ വഴക്കുണ്ടായാൽ 4 ചുവരുകൾക്കുള്ളിൽ തീർക്കുമായിരുന്നു. അല്ലെങ്കിൽ പരമാവധി അയൽവക്കം പറയും, അതും അല്ലെങ്കിൽ അയൽക്കൂട്ടം പറയും. ഇപ്പോഴോ വീട്ടിൽ ഒരു തർക്കമുണ്ടായാൽ ആദ്യം ക്യാമറ ഓൺ ചെയ്യും, പിന്നെ മയക്കു കുത്തും. 1 2 3 സ്റ്റാർട്ട്. ദാ കണ്ടോ ഫ്രണ്ട്സ്, ഇവളെന്നെ ചീത്ത വിളിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ലൈവ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറിയാൽ ഈ ലൈവ് ഫാമിലി ഡ്രാമ കണ്ട് കണ്ണ് തള്ളിപ്പോകും. നമ്മൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പ്രധാന സംഭവമാണ് അമ്മയും മകനും തമ്മിലുള്ള ക്യാമറയ്ക്ക് മുന്നിലെ ഈ തമ്മിലടി. രേണുവും മകൻ കിച്ചുവും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടില്ലേ? ഒരു വീഡിയോയിൽ മകൻ വന്നിട്ട് അമ്മയ്ക്കെതിരെ ഒരു ബോംബ് പൊട്ടിക്കും, അടുത്ത വീഡിയോയിൽ അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് കരയും, മകനെതിരെ അടുത്ത ബോംബ്. ഇതുപോലെ ചർച്ചയായ മറ്റൊന്നാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അമ്മയെ ചൊല്ലി അവിടെ നടന്ന പുതിയ തർക്കം. അമ്മൂമ്മയ്ക്ക് സുഖമില്ല, നോക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ വരുന്നു, അതിന് മറുപടിയായി അടുത്ത വീഡിയോ വരുന്നു, പിന്നെ അതിനെ കീറിമുറിച്ച് വിട്ടുകൊടുക്കാതെ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഇരുന്ന് കണ്ട് ജഡ്ജ് ചെയ്യുകയാണ്. ആരാണ് നല്ല മകൻ, ആരാണ് നല്ല അമ്മ, ആരാണ് മോശം എന്നൊക്കെ. ചുരുക്കം പറഞ്ഞാൽ കുടുംബത്തിലെ വികാരങ്ങൾ വിറ്റ് കാശാക്കുന്ന ഒരു പുത്തൻ ഫാമിലി ബിസിനസ്സായി ഇത് മാറിയിരിക്കുന്നു. രേണുവും മകൻ കിച്ചുവും തമ്മിലുള്ള വീഡിയോ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഫാമിലി അമ്മൂമ്മയെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങൾ, ഇതൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും അയ്യോ കഷ്ടമെന്ന്. പക്ഷെ അവർ അവിടെ വ്യൂസ് കൂട്ടി ഡോളറുകൾ എണ്ണുകയാണ്. വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടാൻ സ്വന്തം ചോരയും ബന്ധുക്കളെയും വരെ ക്യാമറയ്ക്ക് മുന്നിൽ വിചാരണയ്ക്ക് വെക്കുന്നു. നമ്മൾ കാണുന്ന ഈ തർക്കങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട് കൈയടിക്കാനും താഴെ വന്ന് ചേരി തിരിഞ്ഞ് തെറി വിളിക്കാനും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുമുണ്ട് എന്നതാണ്. നമ്മൾ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന പരദൂഷണം കമ്മിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.